2019 ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം അല്പസമയത്തിനകം. അന്തിമ റൌണ്ടിൽ 17 മലയാള ചിത്രങ്ങൾ ഇടം നേടിയിട്ടുണ്ട്. മരയ്ക്കാർ, അറബിക്കടലിന്റെ സിംഹം, ജല്ലിക്കെട്ട്, മൂത്തോൻ, കുമ്പളങ്ങി നൈറ്റ്സ്, വൈറസ് തുടങ്ങിയ ചിത്രങ്ങൾ വിവിധ വിഭാഗങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. 5 പ്രാദേശിക ജൂറികൾ ആദ്യഘട്ടത്തിൽ സിനിമകൾ കണ്ട് അന്തിമഘട്ടത്തിലേക്ക് സിനിമകൾ സമർപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ധന്യ വിശ്വം എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ധന്യ, 17 ചിത്രങ്ങൾ അവസാന റൌണ്ടിൽ മത്സരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് സാധ്യതകൾ? കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2 മാസം വൈകിയാണ് ഇപ്പോൾ ഈ പുരസ്കാര പ്രഖ്യാപനം നടക്കുന്നത്. രേണുക സൂചിപ്പിച്ചതുപോലെ 17 ചിത്രങ്ങളാണ് ഇപ്പോൾ അന്തിമ റൌണ്ടിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത്, പ്രതീക്ഷകളോടെ പോയിരിക്കുന്നത് മോഹൻലാൽ നായകനായ പ്രിയദർശൻ സംവിധാനം ചെയ്ത മരയ്ക്കാർ, അറബിക്കടലിന്റെ സിംഹമാണ്. അതുപോലെ മറ്റൊരു സാധ്യത കാണുന്നത് ജല്ലിക്കെട്ട് എന്ന ചിത്രത്തിനാണ്. രാജ്യാന്തര തലത്തിൽ വരെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട മലയാള ചലച്ചിത്രമായിരുന്നു. 2 വർഷമായിട്ട് നിരന്തരമായി പല അന്താരാഷ്ട്ര ഫെസ്റ്റിവലുകളിലും രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അവാർഡ് നിർണയത്തിൽ. അതുപോലെ മധു സി നാരായണന്റെ കുമ്പളങ്ങി നൈറ്റ്സ് ആണ്. ഈ ചിത്രങ്ങളെല്ലാം ചലച്ചിത്രമേളകളിലെല്ലാം ഏറെ പ്രശംസ നേടിയ, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രങ്ങളാണ് ഈ അന്തിമ റൌണ്ടിൽ ഇടം പിടിച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം. അതുപോലെ സംവിധാനം, കലാസംവിധാനം, വസ്ത്രാലങ്കാരം എന്നീ വിഭാഗങ്ങളിലേക്കാണ് മരയ്ക്കാർ, അറബിക്കടലിന്റെ സിംഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ചിത്രം തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറെ ചർച്ചയായിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ ചിത്രം തുടങ്ങിയ സമയത്ത് മുതൽ മരയ്ക്കാർ, അറബിക്കടലിന്റെ സിംഹം ഏറെ ചർച്ചയായിരുന്നു. അത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് റിലീസിന് മുൻപ് തന്നെ പുരസ്കാരത്തിന് പോയിരിക്കുന്നത്. അതുപോലെ റഷീദ് പാറക്കൽ സംവിധാനം ചെയ്ത സമീറാണ് മറ്റൊരു ചിത്രം. ഷിനോസ് റഹ്മാൻ, സജാസ് റഹ്മാൻ എന്നിവർ സംവിധാനം ചെയ്ത വാസന്തി, അത് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരുന്ന 3 സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരുന്ന ചിത്രമാണ്. അതും നാഷണൽ വിഭാഗത്തിൽ പരിഗണിക്കുന്നുണ്ട്. അനുരാജ് മനോഹറിന്റെ ഇഷ്കാണ് മറ്റൊരു ചിത്രം. ഗീതു മോഹൻദാസിന്റെ മൂത്തോനും ഒരുപാട് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിലൊക്കെ പോയി വലിയ അഭിപ്രായങ്ങൾ നേടിയ, നിരൂപക പ്രശംസ നേടിയ ഒരു ചിത്രമാണ് മൂത്തോനും ഈ വർഷത്തെ നാഷണൽ അവാർഡിലേക്ക് പരിഗണിച്ചിട്ടുണ്ട്. അന്തിമ റൌണ്ടിൽ ഇടം നേടിയ ചിത്രങ്ങൾ പ്രധാനമായും ഇതാണ്. ഒത്ത സെരുപ്പ് സൈസ് 7 എന്ന ചിത്രത്തിലെ അഭിനയത്തിന് തമിഴ്നാടൻ പാർത്ഥിപന് മികച്ച നടനുള്ള മത്സരത്തിലുണ്ട് എന്നാണ് സൂചന. അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത നടന്മാരുടെ വിഭാഗത്തിൽ വരുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ധന്യ, കഴിഞ്ഞ തവണ 8 മലയാളികളാണ് ഈ പുരസ്കാരത്തിന് അർഹമായത്. അതിൽ കീർത്തി സുരേഷും ഉൾപ്പെട്ടിരുന്നു. അത് മറ്റ് ഒരു ഭാഷയിൽ നിന്നാണ് എങ്കിൽ പോലും അതിൽ കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണോ ഇപ്പോഴുള്ളത്? ഏതാണ്ട് 17 ചിത്രങ്ങൾ അവസാന റൗണ്ടിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷകൾ, മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്. കാരണം കഴിഞ്ഞ വർഷമായിരുന്നു 19 അവാർഡുകൾ പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. എന്നാൽ കോവിഡ് സാഹചര്യത്തിലൊക്കെ അത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഈ വർഷം ഇപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ 2019 മുതലുള്ള ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ വളരെ മികച്ച ചിത്രങ്ങളാണ് മലയാളത്തിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനേക്കാൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പരിഗണനയിലുള്ള ലിസ്റ്റിനേക്കാൾ കൂടുതൽ നല്ല ചിത്രങ്ങളും നല്ല ടെക്നീഷ്യൻസിനെയും ഒരു പക്ഷേ കേരളത്തിൽ നിന്ന്, മലയാളത്തിൽ നിന്ന് ലഭിച്ചേക്കാം, അവാർഡിന് അർഹമായേക്കാം എന്നുള്ള സൂചനകളും ലഭ്യമാണ്. എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലുള്ള വാസന്തി, ഇഷ്ക്, മൂത്തോൻ, അതുപോലെ മരയ്ക്കാർ, അറബിക്കടലിന്റെ സിംഹം, ഈ ചിത്രങ്ങളൊക്കെയാണ് പരിഗണനയിൽ കൂടുതലായിട്ട് എത്തിയിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ്. എന്തായാലും കേരളത്തിന് അഭിമാനിക്കാവുന്ന തരത്തിൽ നാഷണൽ അവാർഡിൽ സ്വാഭാവികമായിട്ടും എല്ലാ വർഷത്തെയും പോലെ നേരത്തെ കീർത്തി സുരേഷിന്റെ കാര്യം പറഞ്ഞു, അതൊരു വലിയ അഭിമാനം കേരളത്തിന് കൂടി ഉണ്ടാക്കി. മഹാനടി എന്ന ചിത്രത്തിന് അവാർഡ് ലഭിച്ചപ്പോൾ കേരളത്തിനും അഭിമാനിക്കാവുന്നതായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളെല്ലാം ടെക്നീഷ്യൻസ് ആയാലും മറ്റ് സംവിധാന രംഗത്തായാലും മ്യൂസിക് രംഗത്തായാലും ഒക്കെ മലയാളികൾക്ക് അഭിമാനിക്കാൻ തരത്തിലുള്ള സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങൾ അവാർഡിന് അർഹമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തവണ. ധന്യ വിശ്വമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 2019 ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം അല്പസമയത്തിനകം നടക്കും. അന്തിമ റൌണ്ടിൽ 17 മലയാള ചിത്രങ്ങൾ ഇടം നേടിയിട്ടുണ്ട്. 65 ചിത്രങ്ങളാണ് മത്സരിച്ചത്. അതിൽ നിന്നാണ് 17 ചിത്രങ്ങൾ അവസാന റൗണ്ടിൽ. ഇപ്പോൾ എന്തായാലും പ്രഖ്യാപനം അല്പസമയത്തിനകം, അതിന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മലയാളത്തിൽ നിന്ന് 17 ചിത്രങ്ങൾ
അവസാന റൗണ്ടിൽ ഇടം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെ മലയാളം കാത്തിരിക്കുകയാണ് പ്രഖ്യാപനത്തിനായി. മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, ജല്ലിക്കെട്ട്, മൂത്തോൻ, കുമ്പളങ്ങി നൈറ്റ്സ്, വൈറസ് തുടങ്ങിയ ചിത്രങ്ങൾ വിവിധ വിഭാഗങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. 5 പ്രാദേശിക ജൂറികൾ ആദ്യഘട്ടത്തിൽ സിനിമകൾ കണ്ട് അന്തിമഘട്ടത്തിലേക്ക് സിനിമകൾ സമർപ്പിക്കുകയായിരുന്നു. എന്തായാലും അതിന്റെ ഒരു അന്തിമ പ്രഖ്യാപനമാണ് അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നത്. ധന്യ, 4 മണിക്ക് വാർത്താസമ്മേളനം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മറ്റ് മലയാളത്തിന് പുറമെ ഉള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണ്? വാർത്താസമ്മേളനം ആരംഭിച്ചിരിക്കുന്നു. Including declaring incentives, offering support, cooperations for filmmakers for filming in the state, developing infrastructure, as well as encouraging skills and talent development. Jury noted that since the award is for the most film-friendly state, Sikkim impressed with their honest approach and the film friendliness towards the use of filmmaking community with their vision and concern, which was far above any other state, especially given their difficult terrain and location and size. That was the reason for us to say that this is the best film friendly state. And we also gave 30 recommendations to the minister. And then the ministry will examine them in future courses in detail. Probably looking forward for more encouragement for other states also based on our recommendation. Thank you so much. Thank you very much, sir, for announcing the most film-friendly state award to Sikkim. Friends, we would like to just point out to the composition of our jury comprising of eminent filmmakers all around. So whether it was for the first round of adjudication which went into the regional cinema, or we had the central panel for both feature and non-feature comprising of very eminent film personalities and people who've been associated with cinema and people who have put their heart and soul for giving us the award, considering the fact that we were passing through COVID times. We begin with the next category of awards. I would request Saibal Chatterjee. Saibal needs no introduction. As the chairman of the best writing on cinema, over to you, Saibal. Thank you. Good afternoon, everyone. We have the job of reading 25 books. Okay, sorry. Yeah, so good afternoon, everyone. So we had the job of reading 25 books and analyzing and assessing entries from 12 critics, and these were in different languages, including English and Hindi, and of course the other languages of India. And it was a 3-member jury. There were 2 people who assisted me, Mr. Raghavendra Patil, a well-known writer from Karnataka, and Rajiv Masand, who I'm sure you people know, he's a film critic. And so the decision that we took, I mean, the task was difficult in the sense that when you're trying to assess books in different languages, there's always the challenge of, doing justice to all the books in all the languages. English, Hindi, we can all probably read. Some people can read 1 or 2 other languages. So we took the help of friends who could read the other languages, the languages that we couldn't read. And but it was a very pleasurable experience because you get exposed to a lot of different ways of looking at cinema. Some of it is startlingly new, maybe some not that new, but I mean it's always great to see people writing on cinema in different languages in India. So the first award, I mean we actually have 2 categories, best book and best critic. In the best books category, I'm saying books because we actually have 3 books. We've given 2 special mentions. One special mention has been given to the Marathi book, Cinema Pahanara Manus, the man who watches cinema. I mean, cinema dekhne wala insan. That's, if I translate it in Hindi, by Ashok Rane. He's a well-known film critic in Marathi. The second special mention that we gave was to a Kannada language book. It's called Kannada Cinema
Jagatika Cinema Vikasa Prerane Prabhava, which again, if I translate, is Kannada cinema, world cinema, development, influence, and what Prabhava would be, influence. So inspiration and influence, sorry. And so that's by P.R. Ramadasa Naidu, who's actually a filmmaker, and this is his D-Lit paper, which he converted into a book. And so these are the two special mentions, one for a Marathi book and one for a Kannada language book. The best book of the 67th National Film Awards goes to A Gandhian Affair, India's Curious Portrayal of Cinema, a portrayal of love in cinema. This is by Sanjay Suri, again, veteran film journalist who, as far as I know, lives in London. And I'm not mentioning the publisher's name because I don't think it's necessary here. And the Best Critic Award, we again, as I told you earlier, we had 12 critics to assess, and roughly 4 or 5 were in English, 2 or 3 were in Hindi, and the rest in other languages. And the award is given to Sohini Chattopadhyay, who writes in English, at the moment, and she's based in Calcutta. She writes in English and writes her papers at the national level. Thank you very much. Thank you, Saibal, for taking us through for the best writing in cinema. Ladies and gentlemen, now we come to the non-feature category, a very important component of the National Awards traditionally, also because this is being considered as a platform for young budding filmmakers to talk about their creativity in various cross-sections of filmmaking. The sections are well known to all of you who've come to cover the press conference. We have 23 categories in the non-feature segment, and I would now request Arun Chaddaji, Chairman of the non-feature film segment, to kindly announce the different category awards. Arunji, please. Good afternoon, everyone. Very first, I would like to thank and congratulate Honorable Minister of INB, Shri Prakash Javadekar Sahab, Secretary INB, and the Director, DFF, for encouraging cinema movement and filmmakers through this National Film Awards in this tough time when the COVID pandemic is still on. These kind of awards certainly, it raises spirits among the filmmakers, and they encourage filmmakers to explore their creativity. So awards are must. Our jury basically saw roughly 203 films. A jury comprising of 6 members. One is Sasino Yoshu, Meena Longcham, Sri Prakash Menon, Sushil Rajpal, Harish Bhimani, Sanjeev Parashar, and of course me. It was really, really tough to select best films among 203. But I would certainly like to praise and thanks that more than roughly 50% of the films were produced by the first-time filmmakers. They were debut directors, which is coming up and shows that cinema is going to explore the visions and geographies as such. Because all these youngsters basically who are making of first-time films, their themes and subjects and genre were totally different from one to other. So it was really tough time to pick up one film when we talk about best or short film amongst, say, 25 or 30 films. So it was a really, really tough time. But, of course, we had arguments, we had debates, and still we could come to a conclusion
that unanimously we should select by a democratic way. We select the films. I would like to read the awards, what we collectively could think of. Best Narration Voiceover award goes to the film Wild Karnataka. And the awardee is Sir David Attenborough. For Best Music Direction, the award goes to Kranti Darshi Guruji, Ahead of Times, and the music director is Bishak Jyoti. Best Editing Award goes to Shut Up Sona. It's a Hindi film, Hindi and English, and editor is Arjun Gauri Saria. Best Autography, that's re-recording, mixing the track, that goes to the film called Radha. Radha is basically an animation film, but still it deserves that prize. And Autography Award goes to Alvin Rago and Sanjay Maurya. Best On-Location Sound Recordist award goes to the film Rahas, as Hindi. The award goes to the on-location sound recordist as Saptarishi Sarkar. It's really tough film. It's on Ras Leela and capturing the sound from various different angles. Very, in a formal way, is a pretty tough job. Best Cinematography Award goes to the film Sonsi, Hindi film, and the camera woman is Savita Singh. Best Direction, the film is Knock Knock Knock, it's English and Bengali, and the director is Sudhanshu Saria. Now, the best film on family values, the award goes to Oru Pathira Swapnam Pol. It's a Malayalam film, and the producer is Satyajit Ray Film and Television Institute, and director is Sharan Venugopal. Now comes the Best Short Fiction Award. It goes to the film Custody. It's also Hindi and English, and the producer and director is Ambika Pandit. The most quite prominent award we call, when the film jury is there, is we call it a Special Jury Award, which is quite a big award. And it goes to the film Small Scale Societies. And director is Vipin Vijay. Best Animation Film award goes to the film Radha. Producer is Fairy Cows, director is Bimal Poddar, and animator is Nitin Kharkar. Now the Best Investigative Film, it goes to a Marathi film called Jackal. Producer is Neon Reel Creation, and director is Vivek Wagh. Best Exploration Film, the award goes to Wild Karnataka. It's in English. And producer is Amogh Varsha JS. And directors, there are 2-3 directors. Amogh Varsha JS, Kalyan Verma, Sarath Champati, and Vijay Mohan Raj. Best Education Film award goes to Apples and Oranges. It's also in the English language. The producer is LXL Ideas Private Limited, and director is Ruxana Tabassum. Best Film on Social Issues
This award has been collectively given to two films, shared by two films. One is Holy Rights, is Hindi. Producer is Priyanka Pradeep More, and director is Farha Khatun. And it is shared with another film called Ladli. It's also in Hindi. And producer and director is Sudipta Kundu. Best Environment Film, the award goes to The Stock Saviors. And its producer is Rajiv Mehrotra, PSBT, and director is Ajay Bedi, and directors are Ajay Bedi and Vijay Bedi. Best Promotional Film, the award goes to The Shar, producer Little Lamb Films Private Limited, and director Bodhyan Mukherjee. Award for the Best Art and Culture Film goes to Shri Kshetra Ru Sahijita. It is Odia film, and the producer and director is Ashutosh Patnaik. Best Biographical Film award goes to Elephants Do Remember. It is in English. Producer is Films Division, and directors are Swati Pandey, Viplav Rai Bhatia, and Manohar Singh Bisht. Best Ethnographic Film, the award goes to Charan Atwa, The Essence of Being a Nomad. Producer, Films Division, director Dinaz Kalvachwala. This film is in Gujarati. Best Debut Non-Feature Film of a Director, the award goes to Khisa. Khisa is a pocket basically, a Marathi film, and producer is PP Cine Production, and director is Raj Preetam More. Wow, now comes the Best Non-Feature Film. The award goes to An Engineered Dream. Language is Hindi, and producer and director is Hemant Gaba. And that's all with the awards from non-feature films. Thank you very much. Thank you very much, Arunji, for taking us through the various categories of the non-feature film. And friends, you must have heard as to how many first-time directors took the plunge in participating as far as the non-feature film category, which has been a very vibrant platform to take the joy of cinema forward in the history of filmmaking as far as India is concerned. And non-feature film has a tradition which has been taken forward by very eminent filmmakers in the past when they began the journey. And thank you very much, sir, for having helped us go through the proceedings and putting the act together of putting the awards the way they ought to be. Thank you once again. And now, ladies and gentlemen, I think is the most awaited segment of the film awards, the feature film category. And to announce the award, we have N. Chandraji, who is the chairperson of the feature film jury. There are various categories of award over here. And now over to you, Chandra Saab, please, kindly. Namaskar. At the outset, let me thank the Honorable Minister Shri Prakash Javadekar ji and his Information and Broadcasting Ministry for reposing faith in me to dispense such an important task. I must confess that it was very, very hard to believe that we were going to watch 105 films on such a varied subjects and especially on sports. You name the sport and there was a film on it. From kabaddi to running to swimming to chess to basketball to football to cricket
polo, even women football team to women cricketer. In such a short time, Indian youth has taken to sport across the country is such an amazing phenomenon to watch. Another amazing observation was to watch new heroes emerging from our lesser-known history, such as Saira Narasimha Reddy, Kunjali Marakkar IV, Netaji Subhash Chandra Bose, Lal Bahadur Shastri Ji, and even woman warrior Ahilyabai Holkar. We have tried to do justice to as many as filmmakers as possible. Before starting the deliberation, I had requested jury members that while deciding on the winner's name, let's not try to play God, but try to play parents. And the results are in front of you now. Thanks again to Honorable Minister Javadekar ji, and also thanks to Shri Chaitanya Prasad ji, Tanurai Madam, and everybody at the Directorate of Film Festivals who has taken good care of all the jury members and has contributed in making this task successful. Thank you. I'll first read out the names of the central panel jury. One, Chairman N. Chandra, Mr. Dilip Shukla, Bijoya Jaina, S. Kumar, Manoj Joshi, Gangai Aravan, Uma Shankar Rao, Chairman West Panel, Subhash Sehgal, Chairman South 2 Panel, Manju Bora, Chairman North Panel, Arunoday Sharma, Chairman South Panel 1, G.P. Vijay Kumar, Chairman East Panel. Now I will go to the main thing which we are waiting for, the awards. Special mention, there are 4 special mentions. First is Biryani in Malayalam language, director Sajin Babu. दूसरी जोना की पोरवा एसएमएस फिल्म बेंजामिन डायमेरी. तीसरा मेंशन लता भगवान करे, एक्ट्रेस लता कारे. This is a Marathi film. And fourth is again a Marathi film, Picasso, Abhijit Mohan Warang, the director. These are the 4 mentions. Now we come to the best feature films in each of the languages other than those specified in Schedule 8. Best Tulu film, Pingara, DMR Productions, director Pritam Shetty. Best Paniya film, Kenjira, Neeru Films producer, director Manoj Khanna. Best Missing film, Anu Ruwad, Ovo Noru Pictures, director Dilip Kumar Dole. Best Khasi film, Idiyu, producers Shivain Arts, director Pradeep Kurba. Best Haryanvi film, Choriyan Choro Se Kam Nahi, producers SL Vision Productions and Satish Kaushik Entertainment, director Rajesh Amarlal Babbar. Best Chhattisgarhi film, Bhulan the Maze, producers Swapnil Film Productions, director Manoj Verma. Best Telugu film, Jersey, Sitara Entertainment are the producers and director is Gautam Tinnuri. Best Tamil film, Asuran, producer V Creations, director Vetrimaran. Best Punjabi film, Rabda Radio 2, producers Vaheli Janta Films, director Sharandeep Singh. Best Udiya film. In this, there are 2 who are sharing this award. First is Sala Budar Badla, New Generation Films, director Dr. Sabyasachi Mohapatra. And the sharing person is, another film is Kalira Atitu,
producer Eleonora Images Private Limited, director Neil Madhav Panda. Best Manipuri film Igi Kona, producers Luang Apopka Mamikol Productions, director Bobby Wahengam, Mai Paksana Changwo Nam Bam. We come to Best Malayali Film, Kalanottam, producers First Print Studios, director Rahul Riji Nair. Best Marathi Film, Bardo, producers Ritu Films Cut LLP, director Bhimrao Mude. Best Konkani Film, Kajro, producer Digon Studio, director Nitin Bhaskar. Best Kannada Film, Akshi, producers Kala Degula Studio, director Manoj Kumar. Best Hindi Film, Chichore, producers Nadiadwala Grandsons Entertainment Limited and Foxstar Studios, director Nitesh Tiwari. Best Bengali Film, Gumnami, producers SVF Entertainment Private Limited, director Srijit Mukherjee. Best Assamese Film, Ronua Who Never Surrenders, फिल्म का नाम है. Producers Borrali Creative Vision Entertainment, director Chandra Mudoi. Best Action Direction Award, Stunts, अवने श्रीमन नारायण, फिल्म का नाम. Action Director Vikram Moore. Best Choreography, film is Maharshi and choreographer is Raju Sundaram. Best Special Effects, Marakkar Arabi Kadalinte Simmam and Special Effects creator Siddharth Priyadarshan. Special Jury Award, Otta Serupu Size 7 and producer and director is Radhakrishnan Parthiban. Best Lyrics, Malayalam film Kolambi, lyricist Prabha Verma, song Arodum Parayuka Vayya. Best Music Direction, it is divided into songs and background music. For songs, a Tamil film Vishwasam, music director D. Iman. And for background music score, Bengali film Jeshto Putro, music director Prabuddha Banerjee. Best Makeup Artist for Malayalam film Helen, and makeup artist is Ranjit. Best Costume Designer, film is Malayalam Marakkar Arabi Kadalinte Simmam, costume designer Sujit Sudhakaran and V. Sai. Best Production Design, Anandi Gopal, Marathi film, production designer Sunil Nigvekar and Nilesh Wagh. Best Editing, Telugu film Jersey, editor Naveen Nooli. Best Audiography, Khasi film, Khasi language film, Iddu, and the sound record, there are three divisions in this. One is for sync sound only, that is Debo with Gayan. Then second is Tijja Marathi film for sound designer Mandar Kamalapurkar. And the third one is Utta Sepuru Size 7, that is for re-recordist of the final mix track, that is Rasul Pukotti. Best Screenplay also has three
categories. One is original screenplay, one is adapted screenplay, and one is dialogue. So first I'll go to original screenplay, Kaushik Ganguly for film Jeshto Putro. Then I would say adapted screenplay, Srijit Mukherjee for Bengali film Gumnami. And for dialogue writer, Vivek Ranjan Agnihotri for Tashkent Files. Best cinematography, Jallikattu, cameraman Girish Gangadharan. Best female playback singer, Marathi film Bardo. Savani Ravindra is the singer and song is Rana Petala. Best male playback singer, Hindi film Kesari, singer B. Prak, song Teri Mitti. Best child artist, Tamil film Karappudurai, child artist Naga Vishal. Best supporting actress for Hindi film Tashkent Files, supporting actress Pallavi Joshi. Best supporting actor, Tamil film Super Deluxe, best supporting actor Vijay Sethupathi. Best actress, Hindi film Manakarnika, the Queen of Jhansi, and Panga in Hindi, for both this Kangana Ranaut. Best actor, again it is shared by two wonderful actors. First is for film Bhosle, the actor is Manoj Bajpayee, and the other person is for Tamil film Asuran, actor Dhanush. Best direction, Hindi film Bahattar Hure, director Sanjay Puran Singh Chauhan. Best children's film, Hindi film Kasturi, producer Insight Films, director Vinod Uttareshwar Kamble. Best film on environment conservation and preservation, Monpa language film Water Burial, producer Farooq Iftikhar Lashkar, director Shantanu Sen. Best film on social issues, Marathi film Anandi Gopal, producers SL Vision Production Limited, Fresh Lime Films and Nama Pictures Private Limited, director Samir Bidwans. Nargis Dutt Award for Best Feature Film on National Integration, Tajmal, producers Tuline Studios Private Limited, director Niaz Mujawar. Award for Best Popular Film Providing Wholesome Entertainment, Telugu film Maharshi, producer Shri Venkateshwara Creations, director Pedipalli Vanchidar Rao. I am just coming to the end of the list. Indira Gandhi Award for Best Debut Film of a Director, means the first film of the director. The film is Malayalam. The title is Helen. Producer Big Bang Entertainment. Director Muthukutti Xavier. And finally, for which you are waiting, Best Feature Film. Best Feature Film. Marakkar Arabi Kadalinte Simmam. Producer Ashirwad Creation Cinemas and director Priyadarshan. That brings an end to all the work we had done for last 1 month. Thank you. Thank you very much, Chandraji, for taking us through the feature films category and covering the wide range of cinema that has been presented to the media today.
thank you once again to everyone on stage and all my jury members who put in their efforts to make sure that we would see the awards coming out today. You're also, As- you were acted more. So, and that was pretty quick actually. We finished everything in 40 minutes, not bad. Can we take some questions please, and then we would break for some refreshments where you may like to have an interaction with the members of the jury and chairperson. So any questions please? Yeah, number 15 please. Yeah. Identify yourself please. Yes, sir. Yeah. My name is Sanjay Agarwal. I have a channel, World News 24/7, sir. So my question about Sikkim, sir. When you identify Sikkim as the film-friendly state, so what are the parameters, sir? See, Sikkim, our parameters are almost 21 parameters, which we thought that it is how the filmmakers are treated there initially, and how friendly the people around there, and also the commitment when a filmmaker comes there, how much kind of response, kind of friendliness they will to the filmmaking group and crew. Can we just 1 minute, sir? Can we just have some silence, please? I mean, he's answering a question. If you would kindly, please, friends over here, please, kindly. And finally, cinema is also a place for the tourism too. And through their commitment, probably many domestic tourism, other things. Right, so we were showing you live from a National Media Center in Delhi where the announcement of ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മികച്ച ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നതാണ്. അതുൾപ്പെടെ മലയാളത്തിന് 5 അവാർഡുകളോളം ലഭിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഇഫക്ട്സ് സിദ്ധാർത്ഥ് പ്രിയദർശന് അവാർഡ്, വസ്ത്രാലങ്കാരത്തിനും മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിൽ സുജിത് സുധാകരനാണ് അവാർഡ്. മികച്ച ഗാനരചനയ്ക്ക് പ്രഭാവർമ്മയ്ക്ക് അവാർഡ്. കോളാമ്പി എന്ന ചിത്രത്തിൽ മികച്ച ഛായാഗ്രാഹകൻ ഗിരീഷ് ഗംഗാധരൻ, ജല്ലിക്കെട്ട് എന്ന ചിത്രം. മികച്ച സഹനടൻ വിജയ് സേതുപതിയാണ്. മികച്ച നടൻ മനോജ് വാജ്പേയിയും ഒപ്പം തന്നെ ധനുഷുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച പുതുമുഖ സംവിധായകനുള്ള പുരസ്കാരം മാത്തുക്കുട്ടി സേവ്യറിന് ലഭിച്ചു. ചിത്രം ഹെലൻ എന്ന ചിത്രമാണ്. മികച്ച നടി കങ്കണ റണൌട്ടാണ്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ. മികച്ച നടന്മാർ ധനുഷും മനോജ് വാജ്പേയിയുമാണ്. ധന്യ ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ധന്യ, മലയാളത്തിന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പുരസ്കാര തിളക്കമാണ്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം പ്രധാനപ്പെട്ട അവാർഡുകൾ മികച്ച ചിത്രം ഉൾപ്പെടെ കരസ്ഥമാക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ് മലയാളത്തിന് അഭിമാനിക്കാനുള്ളത്? രേണുക സൂചിപ്പിച്ച പോലെ ഒരുപാട് അഭിമാനിക്കാനുള്ള ഒരു നാഷണൽ അവാർഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയാളത്തിന് ഏറെ അഭിമാനിക്കാവുന്ന, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ചിത്രങ്ങൾക്കെല്ലാം തന്നെ അവാർഡ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മികച്ച ചിത്രം തന്നെയാണ്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന പ്രിയദർശൻ ചിത്രത്തിനാണ് ഈ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ പ്രിയദർശന്റെ മകനായ സിദ്ധാർത്ഥ് പ്രിയദർശനാണ് സ്പെഷ്യൽ എഫക്റ്റിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത്. അങ്ങനെ 3 അവാർഡുകളാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ജല്ലിക്കെട്ടിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ജല്ലിക്കെട്ടിനൊക്കെയുള്ള അവാർഡുകൾ പ്രതീക്ഷിക്കുന്നു എന്ന്. അപ്രതീക്ഷിതമായി വന്നത് ഹെലന്റെ അവാർഡ് മാത്രമാണ്. വളരെ സന്തോഷം നൽകുന്ന അവാർഡ് കൂടിയാണ്. മികച്ച നവാഗത സംവിധായകന് മാത്തുക്കുട്ടി സേവ്യർ അവാർഡ് നേടിയിരിക്കുന്നു. കൂടാതെ പ്രഭാവർമ്മയ്ക്ക് കോളാമ്പി എന്ന ചിത്രത്തിലൂടെ മികച്ച വരികൾക്കുള്ള അവാർഡും നേടിയിട്ടുണ്ട്. അതെ, അതുപോലെ സുജിത് സുധാകർ വസ്ത്രാലങ്കാരം, അത് പ്രിയദർശന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിലൂടെയാണ്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട, കേരളം ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് പ്രിയദർശന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം. കാരണം അത്രയും ഏറെ ഒരു ഇരട്ടി മധുരമായി വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ഹെലൻ എന്ന ചിത്രത്തിൽ 2 അവാർഡുകളാണ്. മികച്ച സംവിധായകൻ, നവാഗത സംവിധായകനും മേക്കപ്പിനുള്ള അവാർഡും ഹെലനാണ്. ഏറെ കേരളത്തിലെ എല്ലാ മലയാളികളും ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു. ഹെലൻ എന്ന ചിത്രത്തിൽ
ചിത്രത്തിൽ അന്നാബന്റെ വേഷം ഇല്ലെങ്കിൽ അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആ മേക്കപ്പിനാണ് രഞ്ജിത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. അസുരൻ എന്ന ചിത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയം പറഞ്ഞിരുന്ന ഒരു വലിയ ചിത്രമാണ്. തമിഴ്നാടിനെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാം. അസുരൻ എന്ന വെട്രിമാരൻ ചിത്രത്തിനാണ് മികച്ച തമിഴ് ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച നടനായി ധനുഷ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതും അസുരൻ എന്ന ചിത്രത്തിലൂടെയാണ്. ബിരിയാണി നമുക്ക് സംസ്ഥാന അവാർഡിൽ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ടായിരുന്നു ബിരിയാണിക്ക്. അതും ഇത്തവണ അവാർഡിന് അർഹമായിരിക്കുന്നു. അതുൾപ്പെടെ പണിയ ചിത്രം മനോജ് ഖാനയുടെ കഞ്ചീര അതും സംസ്ഥാന അവാർഡിന് അർഹമായതാണ്. അങ്ങനെ മലയാളത്തിന് അഭിമാനിക്കാവുന്ന ശരി ശ്രീ റസൂൽ പൂക്കുട്ടി നമുക്കൊപ്പം വീണ്ടും ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ റസൂൽ പൂക്കുട്ടി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. മികച്ച ശബ്ദലേഖനത്തിനുള്ള അറിയിക്കുന്നത് ഞാൻ സ്റ്റുഡിയോയിൽ മിക്സിംഗിലായിരുന്നു, എനിക്ക് അറിയില്ല. ഞാൻ ഐ ഹാവ് നോ ക്ലൂ. താങ്ക് യു ഫോർ ഇൻഫോമിംഗ് മീ. ഒരിക്കൽ കൂടി അവാർഡ് ഇതിനാകുമ്പോൾ എന്താണ് തോന്നുന്നത്? ഫീൽ ഹാപ്പി. കാരണം അത് ഒത്തശരിപ്പ് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു ഫിലിമായിരുന്നു. കാര്യം സൗണ്ടിന്റെ ഒരു നരേറ്റീവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനിമയുടെ കഥ പോകുന്ന ഒരു ചിത്രമായിരുന്നു. അതിന് കഴിഞ്ഞ വർഷം MPS കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സിനിമയ്ക്ക് കിട്ടിയപ്പം അത് എന്താ പറയാ, വളരെ സന്തോഷമുണ്ട്. പിന്നെ ഓരോ അവാർഡ് കിട്ടുമ്പോഴും അത് നമുക്ക് തരുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണല്ലോ. പ്രതീക്ഷിച്ചിരുന്നോ ഈ ചിത്രത്തിന്? ഇല്ല, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല ആക്ച്വലി. മികച്ച ചിത്രം ഉൾപ്പെടെയുള്ള അവാർഡുകൾ മലയാളത്തിനുണ്ട്. അങ്ങനെ മലയാളത്തിന് വലിയൊരു പ്രാതിനിധ്യം ഇപ്പോഴത്തെ പുരസ്കാര പ്രഖ്യാപനത്തിൽ വരുന്നു. അത് എത്രമാത്രം അഭിമാനം നൽകുന്നു? താങ്ക് യു. അതെ, ഞാനും എനിക്ക് മലയാള സിനിമയ്ക്ക് അല്ല കിട്ടിയെങ്കിലും പക്ഷേ മലയാള സിനിമ ഇന്ന് നിലനിൽക്കുന്ന ഒരു ഇന്ത്യൻ സിനിമയിൽ ഇന്ന് മലയാള സിനിമയ്ക്കുള്ള ഒരു സ്റ്റാച്ചർ, അത് പിന്നെ പുതിയ തലമുറയുടെ പുതിയ ജനറേഷന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ്. അതിന് എന്റെ എല്ലാ മലയാളി സിനിമാ പ്രേക്ഷകർക്കും പ്രവർത്തകർക്കും ഇതോടൊപ്പം ഞാൻ എന്റെ സന്തോഷം പങ്കുചേരുന്ന എല്ലാ അഭിനന്ദനങ്ങളും അവർക്ക് അറിയിക്കും. ശരി, വളരെ നന്ദി ശ്രീ റസൂൽ പൂക്കുട്ടി. അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം, അദ്ദേഹം നമ്മളിലൂടെയാണ് അവാർഡ് കിട്ടിയ വിവരം അറിയുന്നത് എന്നുകൂടി പറഞ്ഞപ്പോൾ അത്രയധികം സന്തോഷം. വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്. മികച്ച ശബ്ദലേഖനത്തിനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിനെ തേടിയെത്തിയിരിക്കുന്നു. അതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു. മലയാളത്തിന് കൂടുതൽ അവാർഡുകൾ ലഭിച്ചതിനുള്ള സന്തോഷം മലയാളി എന്ന നിലയിൽ കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുകയായിരുന്നു. ധന്യ, ബിരിയാണി ഉൾപ്പെടെയുള്ള മറ്റ് ചിത്രങ്ങൾക്ക് ലഭിച്ച പുരസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. അതെ രേണുക, അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ നോൺ ഫീച്ചർ ഫിലിമിൽ നിന്നുമുണ്ട്. കാരണം മികച്ച കുടുംബ ചിത്രമായ ഒരു പാതിരാ സ്വപ്നം പോലെ എന്ന ശരൺ വേണുഗോപാലിന്റെ ചിത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അത് ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ബിരിയാണിയുടെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം, മികച്ച നടി സംസ്ഥാന അവാർഡ് നേടിയിരുന്ന കനി കുസൃതി അഭിനയിച്ച ബിരിയാണി, സജിൻ ബാബു സംവിധാനം ചെയ്ത ബിരിയാണിക്കാണ് പ്രത്യേക പരാമർശമുള്ളത്. അത് ഏറെ സന്തോഷം നൽകുന്നതാണ്. മികച്ച പണിയ സിനിമ കെഞ്ചീര തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മനോജ് ഖാന സംവിധാനം ചെയ്ത കെഞ്ചീരയും കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്, മലയാള ചിത്രം അല്ലെങ്കിൽ കൂടി. അങ്ങനെയുള്ള നിരവധി നേട്ടങ്ങളാണ്. നേരത്തെ റസൂൽ പൂക്കുട്ടി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിനുള്ള പ്രാധാന്യം അത് എത്രത്തോളം എന്നത് വളരെ വ്യക്തമാക്കുന്ന ഒരു അവാർഡ് പ്രഖ്യാപനമാണ് നമ്മൾ കണ്ടത്. കാരണം ഓരോ സെക്ഷനിലും ഒരു മലയാള ചിത്രമില്ലെങ്കിൽ ഒരു മലയാളിയായ ടെക്നീഷ്യൻ എങ്കിലും ഇല്ലാതെ പോകുന്ന വർഷങ്ങൾ കുറവായിരിക്കുന്നു. മലയാളത്തിന്റെ അത്രയും വലിയ സംഭാവനയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സ്പെഷ്യൽ എഫക്റ്റ്, മേക്കപ്പ്, വസ്ത്രം, വരികൾ, അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം നേടിയിരിക്കുന്നത് മലയാള ചിത്രങ്ങളാണ് എന്നതാണ് ഈ വർഷത്തെ 2019 അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴുള്ള ഏറ്റവും വലിയ സവിശേഷത. തീർച്ചയായും എന്തായാലും കോവിഡിന്റെ പ്രതിസന്ധികൾക്കിടയിലാണ് മലയാളത്തെ തേടി ദേശീയ അവാർഡുകൾ എത്തുന്നത്. അതും ഒരു പിടി ദേശീയ അവാർഡ് എത്തുന്നു എന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി, ദേശീയ അവാർഡിലും ജല്ലിക്കെട്ട് ഇടം പിടിച്ചിരിക്കുന്നു. എങ്ങനെ സന്തോഷം പങ്കുവയ്ക്കുന്നു? വളരെ സന്തോഷം. പ്രതീക്ഷിച്ച പറഞ്ഞോളൂ. അല്ല, ജല്ലിക്കെട്ട് എന്ന സിനിമയ്ക്ക് അതിനൊരു അവാർഡ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ജല്ലിക്കെട്ടിന്റെ ഓട്ടത്തിൽ ഏറ്റവും മുമ്പിൽ ഓടിയിരുന്നത് ഗിരീഷാണ്. അതെ, അതുകൊണ്ട് ഗിരീഷ് ഗംഗാധരനെ വിളിച്ചിരുന്നോ? അത് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക, ഫോൺ ബിസിയാണ്, പറഞ്ഞോളൂ. ഞാൻ ന്യൂസ്
ഉണ്ടാകട്ടെ മലയാളത്തിന്. വളരെ നന്ദി. മലയാളത്തിനല്ല, ഇന്ത്യൻ സിനിമയ്ക്ക് പറയാനാണ്. ഓക്കെ, വളരെ നന്ദി ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി ഞങ്ങൾക്കൊപ്പം സംസാരിച്ചതിന്. എന്തായാലും ജല്ലിക്കെട്ടിന് ഏറ്റവും അർഹമായ വ്യക്തിക്ക് തന്നെയാണ് പുരസ്കാരം ലഭ്യമായിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം സന്തോഷം പങ്കുവെക്കുമ്പോൾ പറയുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം. പുരസ്കാര നിറവിലാണ് മലയാള സിനിമ. ഇപ്പോൾ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച ബിരിയാണിയുടെ സംവിധായകൻ സജിൻ ബാബുവിനൊപ്പം MS അനീഷ് കുമാറുണ്ട്. സന്തോഷം പങ്കുവയ്ക്കുന്നു സജിൻ. ദേശീയ സിനിമാ അവാർഡ് പ്രഖ്യാപനത്തിൽ പ്രത്യേക പരാമർശം നേടിയ ബിരിയാണി സിനിമയുടെ സംവിധായകൻ സജിൻ ബാബുവാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ ആശംസകൾ. എന്ത് തോന്നുന്നു? അല്ലോ, അപ്രതീക്ഷിതമായിട്ട് കിട്ടിയത് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ട് സംസാരിച്ചതാണ്. ഈ സിനിമ വെള്ളിയാഴ്ച റിലീസാവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ സംസാരിച്ചായിരുന്നു. പക്ഷേ ഞാൻ മറ്റു പല ഫിലിം സൊസൈറ്റികളെയും ഒക്കെ വിളിച്ചുകൊണ്ട് ഞാൻ വെറുതെ ഇവിടെ ഒരു കോഫി അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് മീഡിയ എന്നുള്ള വിളി വന്നത്, ഈ സിനിമയ്ക്ക് അവാർഡുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വളരെ വലുതാണ്. അപ്രതീക്ഷിതമായിട്ട് അധികം ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഞാൻ പൊതുവേ എല്ലാ അവാർഡുകൾക്കും നമ്മൾ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ സമയത്ത് ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷിച്ചില്ല. തിയേറ്റർ റിലീസിൻ്റെ തിരക്കുകളോ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഈ വെള്ളിയാഴ്ച എന്തായാലും റിലീസാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ എങ്ങനെ ആൾക്കാരിൽ എത്തിക്കാം കൂടുതൽ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത്. അതിൻ്റെ സന്തോഷം വളരെ വലുതാണ്. ഇത് ഞാൻ ഈ അവാർഡ് ഇപ്പം നമ്മെ വിട്ടുപിരിഞ്ഞ ഈ സിനിമയിൽ എൻ്റെ നാട്ടുകാരനും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള അനിലേട്ടനുണ്ട്, അനിൽ നെടുമങ്ങാട്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കുകയാണ്. കാര്യം അദ്ദേഹം എൻ്റെ ആദ്യത്തെ സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് അതിനുശേഷം ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാവുകയും എൻ്റെ കഴിഞ്ഞ സിനിമയിൽ ത്രൂ ഔട്ട് റോൾ ചെയ്യുകയും ഈ സിനിമയിൽ കാശ് പോലും മേടിക്കാതെ, ഒരു സീനേ ഉള്ളൂ, കാശ് പോലും മേടിക്കാതെ വന്ന് സൗഹൃദത്തിൻ്റെ പേരിൽ വന്ന് അഭിനയിക്കുകയും ചെയ്തു. അദ്ദേഹം ഈ സിനിമ IFFKలో തിയേറ്റർ റിലീസ് ചെയ്യുമ്പോൾ കാണാൻ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിനുള്ള അവസരം അദ്ദേഹം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ അവാർഡ് അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് സത്യത്തിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും ഇതൊരു അവാർഡ് സിനിമയല്ല, ശരിക്കും ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു അവാർഡ് സിനിമയാണെന്ന് വിചാരിക്കേണ്ട. ഒരുപാട് അവാർഡുകളും പല ഫെസ്റ്റിവലിലൊക്കെ ഇത് ഇതുവരെ പോയിട്ടുണ്ട്. എന്തായാലും ബിരിയാണിക്ക് ദേശീയ അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. അപ്രതീക്ഷിതമായിട്ടാണ് അവാർഡ് ലഭിച്ചതെന്ന് പറയുന്നു. 8ഓളം അവാർഡുകൾ മലയാളത്തിന്. അതിന്റെ പുരസ്കാര നിറവിലാണ് മലയാള സിനിമ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.